അസ്സലാമു അലൈക്കും വറഹമത്തുള്ളാഹി വബറകാതുഹു. പ്രിയ വീക്ഷകരെ, നാളുകൾക്ക് മുൻപ് ഇസ്രായേലിലെ ഷീലോ നഗരത്തിൽ ഒരു സംഭവം നടന്നുവത് ലോകവ്യാപകമായി ഒരു പുതിയ ചർച്ചയ്ക്ക് തിരികൊളുത്തി. ഒരു ചുവന്ന പശുവിനെ മതപരമായ ആചാരത്തിന്റെ ഭാഗമായി ദഹിപ്പിക്കപ്പെട്ടു. എന്നാൽ ഇത് വെറുമൊരു മൃഗബലി മാത്രമായിരുന്നില്ല. ഇത് നിരവധി മതപരമായ പ്രവചനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു നിമിഷമായിരുന്നു. ഈ പശുവിനെ റെഡ് ഹൈഫർ എന്നാണ് വിളിക്കുന്നത്. യഹൂദ പാരമ്പര്യമനുസരിച്ച് ഈ പശുവിന്റെ ബലി നൽകാതെ മൂന്നാമത്തെ ദേവാലയത്തിന്റെ നിർമ്മാണം സാധ്യമല്ല. അതായത് ഈ ഒരു പ്രവൃത്തിയോടെ യഹൂദന്മാർ വിശ്വസിക്കുന്ന മശിഹായുടെ വരവിലേക്കും ഇസ്ലാമിക പ്രവചനങ്ങൾ പ്രകാരം ദജ്ജാൽ യുദ്ധം, ഹസ്രത്ത് ഈസ അലൈഹിസ്സലാം എന്നിവരുടെ തിരിച്ചുവരവിലേക്കും നയിക്കുന്ന ഒരു ശൃംഖല ആരംഭിച്ചിരിക്കുന്നു. ഈ പശു അമേരിക്കയിൽ നിന്ന് പ്രത്യേകമായി ഇസ്രായേലിലേക്ക് കൊണ്ടുവരപ്പെട്ടതാണ്. ഇതിന്റെ ശരീരത്തിൽ കറുപ്പോ വെളുപ്പോ ഉള്ള ഒരു രോമം പോലും ഇല്ലെന്ന് ഉറപ്പുവരുത്താൻ വർഷങ്ങളോളം ഇതിനെ നിരീക്ഷിച്ചിരുന്നു. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന നിയമങ്ങൾ പ്രകാരം ഈ പശു പൂർണ്ണമായും ചുവപ്പായിരിക്കണം. ഒരു കറയോ പാടോ ഉണ്ടാകരുതൊരിക്കലും. ഇതിന്റെ മേൽ യോക്ക് വയ്ക്കുകയോ ഭാരം ചുമക്കുകയോ ചെയ്തിട്ടുണ്ടാകരുത്. ഈ പശുവിനെ ബലിക്കായി കൊണ്ടുവന്നപ്പോൾ ഇത് എല്ലാ ഷർത്തുകളും പാലിക്കുന്നതാണെന്ന് അവകാശപ്പെടപ്പെട്ടു. ബലിദിനത്തിൽ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരുന്നു. മതഗുരുക്കന്മാർ പ്രത്യേക വെള്ളവസ്ത്രം ധരിച്ചുചാരം ശേഖരിക്കാൻ പ്രത്യേക പാത്രങ്ങൾ തയ്യാറാക്കിയിരുന്നു. ഓരോ ചുവടും ബൈബിളിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് സൂക്ഷ്മമായി നടപ്പിലാക്കപ്പെട്ടു. എന്നാൽ ബലി പൂർത്തിയാക്കാനുള്ള ഒരുക്കങ്ങൾ പൂർണ്ണമായപ്പോൾ ഒരു മുഖ്യ റബ്ബി പശുവിന്റെ ശരീരത്തിൽ ഒരു കറുത്ത രോമം കണ്ടെത്തി. ഈ ഒറ്റ രോമം ആ പശുവിനെ ശുദ്ധമല്ലെന്ന് പ്രഖ്യാപിക്കാൻ മതിയായിരുന്നു. മതനിയമങ്ങൾ പ്രകാരം ആ പശു ഇനി ബലിക്ക് യോഗ്യമല്ലായിരുന്നു. എന്നിരുന്നാലും ആ പശുവിനെ ദഹിപ്പിച്ചു. അതിനെ പൂർണ്ണമായും തീയിലെറിഞ്ഞു. അതിന്റെ ചാരം സുരക്ഷിതമായി ശേഖരിച്ചു. ഈ പ്രവൃത്തിയെ ഒരു റിഹേഴ്സൽ എന്ന് വിശേഷിപ്പിച്ചു. അതായത് യഥാർത്ഥ ബലിയല്ല, മറിച്ച് ഒരു പരിശീലനമായിരുന്നു. യഥാർത്ഥ ബലിയിൽ നടത്തേണ്ട എല്ലാ ആചാരങ്ങളും അതിൽ പാലിക്കപ്പെട്ടു. പ്രിയ സുഹൃത്തുക്കളെ, ഒരു റിഹേഴ്സൽ പോലും ഇത്രയും സമഗ്രവും വിശുദ്ധവും ക്രമീകൃതവുമാണെങ്കിൽ യഥാർത്ഥ സംഭവം എത്ര അടുത്താണെന്ന് ഊഹിക്കാൻ പ്രയാസമില്ല. ഈ റിഹേഴ്സൽ യഥാർത്ഥത്തിൽ ഒരു നിശബ്ദ പ്രഖ്യാപനമായിരുന്നു. ലോകമെമ്പാടുമുള്ള യഹൂദന്മാർക്കും ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും പോലും രാഷ്ട്രീയ നേതാക്കൾക്കും ഒരു സന്ദേശം നൽകപ്പെട്ടു. ഞങ്ങൾ തയ്യാറാണ്, ഇനി സമയത്തിന്റെ കാത്തിരിപ്പ് മാത്രം. റിഹേഴ്സലിന് ശേഷം മതപരമായ ചാരം സുരക്ഷിതമായി സൂക്ഷിക്കാൻ പ്രത്യേക പാത്രങ്ങൾ ഉപയോഗിച്ചു. ബൈബിളിന്റെ നിർദ്ദേശങ്ങൾ പ്രകാരം ദേവാലയ നിർമ്മാണത്തിനു മുമ്പ് ഉപയോഗിക്കുന്ന ഓരോ ഉപകരണവും വസ്ത്രവും തൊഴിലാളിയും ശുദ്ധീകരിക്കാൻ ഈ ചാരം ഉപയോഗിക്കപ്പെടും. ചാരം വെള്ളത്തിൽ കലർത്തി ഒരു ലായനി തയ്യാറാക്കി ദേവാലയത്തിൽ ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും അതിൽ കഴുകപ്പെടും. ഈ ചാരമില്ലാതെ ദേവാലയത്തിന്റെ അടിത്തറ പോലും നിർമ്മിക്കാൻ കഴിയില്ല. ഇതെല്ലാം വെറുമൊരു മതപരമായ ആചാരം മാത്രമല്ല, ഒരു തന്ത്രപരമായ പ്രകടനവുമായിരുന്നു. ക്യാമറകൾക്ക് മുന്നിൽ ദഹിപ്പിക്കപ്പെട്ട പശുപ്രത്യേക വസ്ത്രങ്ങൾ, പാരമ്പര്യമനുസരിച്ചുള്ള മന്ത്രോച്ചാരണങ്ങൾ, ഉയർന്നു ജ്വലിക്കുന്ന തീനാളങ്ങൾ, ഇവയെല്ലാം ഒരു ജനതയുടെ സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കാനുള്ള ഒരുക്കങ്ങളുടെ പ്രഖ്യാപനമായിരുന്നു. മാധ്യമങ്ങൾ, രാഷ്ട്രീയ, മതം ഈ നിമിഷത്തിലെല്ലാം ഒന്നിച്ചു. ആ ചാരം ഇപ്പോൾ വെറും വിശുദ്ധ വസ്തുക്കളെ മാത്രമല്ല, ആഗോള വിവരണത്തെയും ശുദ്ധീകരിക്കുകയാണ്. പ്രിയ സുഹൃത്തുക്കളെ, ഈ ദേവാലയം നിർമ്മിക്കപ്പെടേണ്ടത് ജെറുസലേമിലാണ്. എന്നാൽ പ്രശ്നമെന്താണെന്ന് വച്ചാൽ ദേവാലയത്തിന്റെ അടിത്തറ നിർമ്മിക്കേണ്ട സ്ഥലത്ത് ഇന്ന് മുസ്ലിങ്ങളുടെ മൂന്നാമത്തെ പവിത്രമായ ആരാധനാലയമായ അൽ അക്സ മസ്ജിദ് നിലനിൽക്കുന്നു. മുസ്ലിങ്ങളുടെ ആദ്യ ഖിബ്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിഅ്റാജിന്റെ തുടക്കം, ഫലസ്തീനികളുടെ ആത്മീയ ഐഡന്റിറ്റി, ഇതാണ് ആ സ്ഥലം. യഹൂദന്മാർ ഈ സ്ഥലത്താണ് ദേവാലയം നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരു വിഭാഗം യഹൂദ റബ്ബൈകൾ വ്യക്തമായി പറയുന്ന അൽ അക്സ മസ്ജിദ് നീക്കം ചെയ്ത് ദേവാലയം നിർമ്മിക്കണമെന്നാണ്. എന്നാൽ മറ്റൊരു വിഭാഗം പറയുന്ന യഥാർത്ഥ സ്ഥലം മസ്ജിദിൽ നിന്ന് അല്പം അകലെ ഇപ്പോൾ അടച്ചുപൂട്ടിയ ഒരു വാതിലിന് മുന്നിലാണ്. അവിടെ മുസ്ലിംകൾ ഒരു ശവകുടീരം നിർമ്മിച്ചിരിക്കുന്നു. ഈ വാതിൽ അടഞ്ഞിരിക്കണമെന്നാണ് അവരുടെ ഉദ്ദേശ്യം. അതുവഴി മിശിഹായുടെ നാമത്തിൽ ആരും അവിടെ പ്രവേശിക്കാതിരിക്കാൻ. എന്നാൽ റബ്ബൈകളുടെ പ്രതികരണവും വ്യക്തമാണ്. അവർ പറയുന്നു, മിശിഹ അത്ര വിശുദ്ധനായിരിക്കും, ശവകുടീരം പോലും അവന്റെ കാൽപ്പാടുകളാൽ ശുദ്ധീകരിക്കപ്പെടും. ഈ വാചകം ഈ വിഷയത്തെ വിശ്വാസത്തിൽ നിന്ന് ഒരു സംഘർഷത്തിലേക്ക് മാറ്റിയിരിക്കുന്നു. ഇനി ഇത് വെറുമൊരു മതപരമായ വിഷയം മാത്രമല്ല,
ഇത് ഒരു രാഷ്ട്രീയ ഭൂമിശാസ്ത്രപര പക്ഷേ സൈനിക സംഘർഷമായി മാറിയിരിക്കുന്നു. ഇസ്രായേൽ ദേവാലയ നിർമ്മാണം ആരംഭിച്ചാൽ ലോകത്ത് ഒരു പുതിയ പിരിമുറുക്കം ഉടലെടുക്കാം. മുസ്ലിങ്ങൾ ഇതിനെ തങ്ങളുടെ ആത്മീയ അതിർത്തികളുടെ ലംഘനമായി കണക്കാക്കും. അതേസമയം യഹൂദന്മാർ ഇതിനെ തങ്ങളുടെ ആയിരക്കണക്കിന് വർഷത്തെ പ്രവചനത്തിന്റെ പൂർത്തീകരണമായി കാണും. പ്രിയ സുഹൃത്തുക്കളെ, ഇതിനു പുറമേ ഈ പ്രവചനം പൂർത്തീകരിക്കാൻ ഡൊണാൾഡ് ട്രംപും സജീവമായി പങ്കെടുക്കുന്നുണ്ടെന്ന് നിലവിൽ വയ്ക്കുക. ട്രംപിന്റെ പ്രസിഡന്റ് കാലത്ത് ജെറുസലേമിനെ ഇസ്രായേലിന്റെ തലസ്ഥാനമായി അംഗീകരിച്ചത് വെറുമൊരു നയതന്ത്ര തീരുമാനം മാത്രമായിരുന്നില്ല, അത് ഒരു വിശ്വാസപരമായ പിന്തുണയായിരുന്നു. പിന്നീട് ട്രംപ് വ്യക്തമായി പ്രഖ്യാപിച്ചു മൂന്നാമത്തെ ദേവാലയത്തിന്റെ നിർമ്മാണത്തിൽ ഇസ്രായേലിനെ സഹായിക്കുമെന്ന്. ഈ പ്രഖ്യാപനം ലോകത്തിനു മുന്നിൽ ഒരു ചോദ്യമുയർത്തുന്നു. സെക്കുലറാണെന്ന് അവകാശപ്പെടുന്ന ഒരു ആഗോള ശക്തി ഒരു പ്രത്യേക മതപരമായ അജണ്ടയെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടോ? അടുത്തതായി ഇലോൺ മസ്കിനെക്കുറിച്ച് പറയാം. ബുദ്ധിമാനമായ യന്ത്രങ്ങളും മനുഷ്യന്റെ തലച്ചോറിൽ ചിപ്പ് സ്ഥാപിക്കലും പോലുള്ള പദ്ധതികളിൽ പ്രവർത്തിക്കുന്ന ഈ വ്യക്തിയും ഒരു പുതിയ ദൈവത്തിന്റെയോ മനുഷ്യരക്ഷകന്റെയോ വരവിൽ വിശ്വസിക്കുന്നു. യഹൂദന്മാർ ഈ രക്ഷകനെ മിശിഹ എന്ന് വിളിക്കുമ്പോൾ മുസ്ലിംകൾ അവനെ ദജ്ജാൽ എന്നാണ് അറിയുന്നത്. എല്ലാ പ്രധാന മതങ്ങളിലും ഈ വ്യക്തിത്വത്തെക്കുറിച്ച് പരാമർശമുണ്ട്. 3 മതങ്ങളും ഒരേ കാര്യത്തിൽ യോജിക്കുന്നു. ഈ വ്യക്തി ജനങ്ങളെ വഞ്ചിക്കും ശക്തനായിരിക്കും, ഒരു പുതിയ വ്യവസ്ഥിതി സ്ഥാപിക്കും. ബൈബിളിലും ഖുർആനിലും ഹദീസിലും പറയുന്ന ഈ സമയത്ത് ലോകം 2 ഭാഗങ്ങളായി വിഭജിക്കപ്പെടുമെന്നാണ്. ഇസ്ലാമിക പാരമ്പര്യമനുസരിച്ച് ദജ്ജാലിന് ഒരു കണ്ണ് മാത്രമേ ഉണ്ടാകൂ. അവൻ മാന്ത്രികതയോ ആധുനിക സാങ്കേതിക വിദ്യയോ ഉപയോഗിച്ച് ജനങ്ങളെ അന്ധമായി പിന്തുടരുന്നവരാക്കി മാറ്റും. രോഗികളെ സുഖപ്പെടുത്തും, മരിച്ചവരെ ജീവനോടെ കാണിക്കുന്നതാൻ തന്നെയാണ് ദൈവമെന്ന് ജനങ്ങളോട് പറയും. മുസ്ലിംകളുടെ വിശ്വാസമനുസരിച്ച് ദജ്ജാൽ ലോകമെമ്പാടും സഞ്ചരിക്കുമെന്നാൽ മക്കയും മദീനയും അവന്റെ സ്വാധീനത്തിൽ നിന്ന് സുരക്ഷിതമായിരിക്കും. അവിടേക്ക് അവനൊരിക്കലും പ്രവേശിക്കാൻ കഴിയില്ല. ക്രിസ്ത്യൻ വിശ്വാസം പറയുന്ന ഈ വ്യക്തി ജെറുസലേമിലെ ആ ദേവാലയത്തിലിരുന്ന് തന്നെ ദൈവമായി വിളിച്ചറിയിക്കുമെന്നാണ്. അതുകൊണ്ടാണ് മൂന്നാമത്തെ ദേവാലയം ദജ്ജാലിന് ഒരു സിംഹാസനമായി മാറുന്നത്. പ്രിയ സുഹൃത്തുക്കളെയെല്ലാം ഇതുവരെ അതേ ദിശയിലേക്കാണ് നീങ്ങുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ? ബലി നടന്നു കഴിഞ്ഞു. അത് റിഹേഴ്സൽ എന്ന് വിളിച്ചാലും ചാരം സുരക്ഷിതമായി സൂക്ഷിച്ചിരിക്കുന്നു. തൊഴിലാളികളും പുരോഹിതന്മാരും തയ്യാറായി കഴിഞ്ഞു. ദേവാലയത്തിന്റെ സ്ഥലം നിശ്ചയിക്കപ്പെട്ടു. രാഷ്ട്രീയ പിന്തുണ ലഭിച്ചു. ലോകം നിശബ്ദമാണ്. ഇനി ചോദ്യം ദജ്ജാൽ എപ്പോൾ വരുമെന്നല്ല. ചോദ്യം ഇതാണ്: നാം ഇതിനകം ആ കാലഘട്ടത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞോ? എങ്കിൽ അടുത്ത ഘട്ടം എന്താണ്? അതാണ് ഹസ്രത്ത് ഈസ അലൈഹിസ്സലാമിന്റെ തിരിച്ചുവരവ്. ഇസ്ലാമിക ഹദീസുകളും ക്രിസ്ത്യൻ പ്രവചനങ്ങളും പറയുന്നത് ഹസ്രത്ത് ഈസ ദമാസ്കസിന്റെ കിഴക്കുഭാഗത്ത് ഒരു വെള്ള മിനാരത്തിൽ അവതരിക്കുമെന്നാണ്. അവൻ മഞ്ഞ വസ്ത്രം ധരിച്ചിരിക്കും. 2 മലക്കുകളുടെ ചിറകുകളിൽ അവന്റെ കൈകളുണ്ടാകും. അവൻ ഭൂമിയിൽ നീതി, സത്യം, സമാധാനം എന്നിവ സ്ഥാപിക്കാൻ വരും. അവൻ ദജ്ജാലിനെ വധിക്കും. മനുഷ്യത്വത്തെ മതേതരത്വം, ശക്തിവഞ്ചന എന്നിവയുടെ കെണിയിൽ കുടുക്കിയിരിക്കുന്ന കള്ളത്തിന്റെ ശൃംഖലയിൽ നിന്ന് ലോകത്തെ മോചിപ്പിക്കും. അത് ലോകത്തിന്റെ കണ്ണുകൾ തുറക്കപ്പെടുന്ന നിമിഷമായിരിക്കും. പക്ഷേ എപ്പോഴേക്കും? ഉണർന്നവർക്ക് മാത്രം. പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇത് വെറും വിവരങ്ങളോ ഗവേഷണമോ മാത്രമല്ല. ഇത് ഒരു ആത്മീയ മുന്നറിയിപ്പാണ്. അതിനാൽ ഈ വീഡിയോ നിന്റെ സുഹൃത്തുക്കളോടും കുടുംബാംഗങ്ങളോടും പങ്കുവയ്ക്കൂ. സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കൂ. കമന്റ് ചെയ്യൂ. നിന്റെ കണ്ണുകൾ തുറന്നിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്കറിയാൻ. ലോകം ഇപ്പോൾ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണടച്ചിരിക്കുന്നവർക്ക് ഒരുപാട് നഷ്ടപ്പെടാം. ഇത് നിന്റെ സമയമാണ്. ചിന്തിക്കാനുള്ള, ഉണരാനുള്ള, സത്യത്തോടൊപ്പം നിൽക്കാനുള്ള. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ നിന്നെ വീണ്ടും കാണാം. അതുവരെ നിന്റെ ചുറ്റുമുള്ളവരെയും പ്രിയപ്പെട്ടവരെയും ഒരുപാട് ശ്രദ്ധിക്കുക. അല്ലാഹ് നിന്നെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.